അപ്പോൾ ഗൈസ് നീറോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഗൈസ്. നമ്മളിതാ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 2 ആണ് ഇടാൻ പോണത്. കഴിഞ്ഞ പാർട്ടുകളെല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഈ പാർട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു വീട് സെറ്റാക്കാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കിയ വീടൊന്നുമല്ല, നമ്മൾ അവിടെ ഒരു ഷെൽട്ടറാണ്ട് പടം കയറി നിന്നാണ് ഗൈസ്. റീസ്പോൺസ് ചെയ്തിട്ട് പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് വുഡൊക്കെ ആവശ്യമുണ്ട് ഗൈസ്. ക്രാഫ്റ്റിംഗ് റെസിപ്പിയിൽ എന്തൊക്കെയാണ് നോക്കട്ടെ ഗൈസ്. ഒന്നും കൂടി കണ്ട് പോട്ടെ. ഉണ്ടാക്കാൻ പറ്റിയ ഉപകാരമുള്ള പോലെ സാധനങ്ങളുണ്ടോ ഗൈസ്. മുടിഞ്ഞ ലാഗാണ് ഗൈസ്. പ്ലെയിൻ സെറ്റ് ഗൈസ്, പ്ലെയിൻ സെറ്റ് കേട്ടോ. പോകാൻ പറ്റും വലിയ അതെ. ആവശ്യമില്ലാത്ത ചവറുകളൊക്കെ തട്ടി ഗൈസ്. ആവശ്യമില്ലാത്തതിൽ എന്തുണ്ട്? ഒന്നുമില്ല, അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇത് മാത്രം നമ്മൾ ഈ കയ്യിലേക്ക് എടുത്തിരിക്കട്ടെ കാരണം എനിക്ക് പശുവിനെ കൊല്ലാണ്ട്, ഒരു പശുവിനെ കൊല്ലണം. പശുവിന് ആക്സ് ഇട്ടുകൊണ്ടിടാം, മോപ്സ് ഉണ്ടാവും. ഫസ്റ്റത്തെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന പശു ഇതിന് കവല്ലേ ഇത്. നമുക്കൊന്ന് തീർക്കട്ടെ. സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ചെറിയൊരു ജലദോഷമുണ്ട്, തൊണ്ടങ്ങനെ ഒരു കരകര സൗണ്ട് അവിടെ തൊണ്ട കാര്യങ്ങളുണ്ട് ഗൈസ്. കഴിഞ്ഞ വീഡിയോ 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചൊരു അരമണിക്കൂറേക്ക് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. ഇതങ്ങനെ ഉണ്ടാവില്ല, അത് ഡയറക്റ്റ് വീഡിയോ ഒക്കെ ഗൈസ്. പ്ലേസ് ഭയം എന്താണെന്ന് കണ്ടിട്ട് എന്തോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോ സ്ട്രക്ചറാണ്. നമുക്കെന്തായാലും മേടിച്ച് പോവാം. ഒറ്റ മിനിറ്റ് പ്ലീസ് മോളെ പറ്റിയത്, അല്ലെങ്കിൽ സോറി കിട്ടി അവിടെ ഇരിക്കും. ഉണ്ടായിരിക്കട്ടോ, ഞാൻ പോരാം. പേടിക്കായിട്ടൊന്നുമില്ല ഗൈസ്. ഇതൊരു പീസാണ്, ആയിരത്തെ ഒരു പീസാണ് ഗൈസ്. ജസ്റ്റ് ഇപ്പോൾ ഒരു മ്യൂസിക് ഡിസ്ക് ഉണ്ട്. ബ്ലൂ ഫയർ എടുക്കാം. ആവശ്യം സാധനം കിട്ടി. ഇതാണ് നമുക്ക് വിസാർഡിനെ കൊടുത്താൽ നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് സാധനം തരും. എന്താ പൊറ്റി മിനിറ്റ് ഇപ്പോൾ നോക്കണം, നോട്ടെ. ഇത് സംഭവത്തിൻ്റെ മാപ്പ് പറയുന്നില്ല. മോട്ടിങ്ങുണ്ട്, മോട്ട് വരെ കുറേ കളി. ഫുള്ള് മരം തന്നെയുള്ളല്ലോ. മരം കാണട്ടെ കഴിച്ചു, അല്ലെങ്കിൽ ഇത് കയറിട്ട് കാണാൻ കഴിയുമ്പോൾ തൊന്നിലൊക്കെ നോട്ടാണ് ചോദിച്ചേക്കാം. I know this story. He's made music for his friend. He had loved music. The villagers like his music and offers to pay on his friend died to the other village. ഇങ്ങോട്ടില്ലല്ലോ. അതൊക്കെ പറഞ്ഞാൽ
ഇവിടെ വിടാം ഇതിലൊന്നും ഇറങ്ങി റീസ്പോൺസ് ചെയ്തേക്കാം. ഇവിടെ നൈസ്. എന്നിട്ട് നാളെ രാവിലെ ബെഡ് കൊടുത്തിട്ട് വേണം ചലിക്കാം. അങ്ങനെ മഴ പോയിട്ടു ഇവിടെ നടക്കണേ ടേബിളുള്ളൂ. സ്കെലട്ടനൊക്കെ ചാണ സൗണ്ടൊക്കെ ഉണ്ട്. നമുക്കൊരു സാധനം എടുത്ത് കളയണം. എന്ത് കളയണം ആ പാലേക്കണം ടൈസ്. എന്ത് കളയും? ടൂസൊന്നും കളയാനായിട്ടൊന്നുമില്ല. അതായത് ഇത് കളയാൽ ഇത് കളഞ്ഞേക്കട്ടെ ഗൈസ്. കുറച്ച് കൂട്ടുള്ളൂ. സ്പിയർ കളയാൻ പറ്റില്ല. ഞാൻ പണിട്ടു. ഇവിടെ നമ്മൾ ഒരു ഡയമണ്ടോട് പിടിച്ച് വാങ്ങിയത്. ഇവിടെ വലുതായിട്ടൊന്നുമില്ല. അയ്യോ ഇപ്പോൾ പോയാണ് പോയി. കാട്ട് അങ്ങോട്ടൊന്ന് പോയാൽ കേട്ടോ ഗൈസ്. അവിടെ ഐസ് പോയമ്മ കണ്ട ഗൈസ്. അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ട ബാറ്റ്മാനെ കുട്ടിയതപ്പോൾ ബാറ്റ്മാൻ്റെ അനിയനായി വരും എന്നാണ് തോന്നണേ. കയറ് ഇങ്ങനെ അങ്ങോട്ട് നടന്നോക്കട്ടെ ഗൈസ്. ചുറ്റും നടക്കാം. അപ്പോൾ വല്ല ഭയവും കിട്ടുകയാണെങ്കിൽ ഭയമല്ല ബിൽഡും കാണുകയാണെങ്കിൽ നമുക്ക് കയറിയിട്ട് ലൂട്ട് ചെയ്യാം ഗൈസ്. ഗൈസ് ഞാൻ പറയണ സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇൻഷൂറിലൂടെ സൗണ്ട് കൂട്ടിക്കൊണ്ട് പോയപ്പോഴല്ലോ എഡിറ്റ് ചെയ്തുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട്. അടിയിൽ ഡ്രാഗണൊക്കെ ഉണ്ട് ഗൈസ്. കൂവത്ത തിരിച്ചു കൊണ്ടുവരാൻ മോട്ടേഴ്സ് വളരെ വലുതായിട്ടൊന്നുമില്ല. ജംഗിൾ ഇത് ഡാർക്ക് വുഡ് ഫോറസ്റ്റ് അല്ലേ ഇത്? ഇതിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്തൊക്കെ മറന്നു. ഡാർക്ക് വുഡ് ഫോറസ്റ്റ് അത് തന്നെയാണ് നോക്കുന്നത്. ഇത് ലേക്കാണ്. ഐസ് ലേക്ക്. ഐസ് റെക്കൂൺ ഐസ് കാണിച്ചു തരാം. തീരല്ല എൻ്റെ ഐസ് റെക്കൂൺ രണ്ടുണ്ട് ഐസ്. ഇതിലൂടെ പോയേക്കാം. വല്ലതും കിട്ടുകയാണെങ്കിലോ. എൻ്റെ ബാക്കത്തെ ഷീറ്റ് ഐസ് കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഇളകുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ? എന്തൊരു പുതിയ ടൈപ്പ് ട്രീ ആണോ തോന്നുന്നത് ഐസ്. ഇത് നോർമല് ഓറഞ്ച് ഫ്രൂട്ട് ഐസ്. ഓറഞ്ച് എന്തെടുത്തിട്ടപ്പോൾ ഓറഞ്ച് എടുക്കാം. ഇതൊരു കൊടുത്തേക്കാം. ബീറ്റ് ബീഫ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. ഓറഞ്ച് കുറച്ച് എടുത്തേക്കാം. കുറേ ഓറഞ്ച് ഇട്ടെ 15 ഉണ്ടോ മതി. ഒരു ഐസ് ഡാർക്ക് വുഡ് ഫോറസ്റ്റിക്കാൻ നമ്മൾ കയറിക്കാൻ പേര് കാണിക്കുമല്ലോ. നല്ല എന്തെങ്കിലും ബിൽഡിങ് കാണില്ല. ഇവിടെയൊക്കെ സ്പോണുണ്ട്. കാരണം ഇവിടെ എന്താണോ കൈസ് നമ്മൾ എന്തോന്ന് കണ്ടിട്ടുണ്ട്. ദൂരത്തുണ്ട് ഒരു വെള്ള സാധനം. ബോസറീനെ അയ്യോ ഓടിക്കോ ഗൈസ്. നമ്മൾ കൊല്ലാൻ തന്നെ ഗൈസ്. ബാഗ് വരില്ലല്ലോ. ഒരു ബോസറീനാണ് ഇപ്പം നമ്മൾ കണ്ട ടൈസ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള ത്രാണി നമുക്കില്ല. ബാഗ് വരില്ലല്ലോ. പട്ടി രണ്ടാളുണ്ട് വരുന്നുണ്ട്. അശ്വിൻ്റെ പട്ടിനെ കൊന്നരിച്ച് പാവം പട്ടിനെ കൊന്ന് ഇല്ല. റക്കൂൺ ബായ് ഫുഡ് വേണോ? ഫുഡ് ടൈം ആയില്ല അതിന്.
കിടന്നല്ലേ എൻ്റെ കൊച്ചിനെ കാണാം. ഇപ്പോൾ എൻ്റെ പട്ടിക്കുട്ടിയാണ് കൊന്നിട്ടുണ്ട്. പട്ടിക്കുട്ടി അതിങ്ങൊരു ബോസറിനെ ആവരുത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് തിരിച്ചും കടനെത്തി. നമ്മൾ കറങ്ങി കടനെ പോകുന്ന ടൈസ് ഈ വഴി പോയേക്കാം. അവിടെ കളർ എൻ്റർമേനുണ്ട്. അവൻ്റെ കണ്ണിക്ക് നോക്കിയോ വേറെ വലുത് അടിച്ചിരിക്കും. അവരുടെ കണ്ണിക്ക് നോക്കണ്ട. കഴിഞ്ഞ വീട്ടിൽ തന്നെ ഓരോ നമ്മൾ ചത്തിട്ടേ ഉള്ളൂ. ബോസിന് ഡ്രോപ്പ് ചെയ്യുമെന്ന് അറിയില്ല ടൈസ്. നേരത്തെ നമ്മൾ കണ്ട് ഈ മൗണ്ടൻ്റെ മുകളിൽ കയറിയേക്കാം. നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് പോയാൽ കിട്ടുമ്പോൾ അവിടെ നമ്മൾ വീടുണ്ടാക്കണമെങ്കിൽ ടൈസ്. ഒരു അരണിക്കുറേ കുഴപ്പമില്ല. കുറേ നമ്മൾ കട്ട് ചെയ്ത് വിടണം. അടുത്ത എപ്പിസോഡിൽ വീടുണ്ടാക്കിയാൽ മതിയോ? മ്യൂസിക്ക് വീടുണ്ടാക്കണമെന്ന് അറിയില്ല ടൈസ്. നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ നല്ല പ്ലേസ് ബാഗ് കൊണ്ടിരിക്കാം. നമുക്ക് വീടൊക്കെയാണ് സ്ഥലം കണ്ടിരിക്കാം. അത് കഴിവ് റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡ് വീടുണ്ടാക്കാം ഗൈസ്. അതിങ്ങനെ ബേസിന് നിൽക്കാനുള്ള സ്ഥലം കണ്ടിരിക്കണം. അടിപൊളി പ്ലേസ് ബാഗാണ് ഞാൻ നോക്കുന്നത്. പ്ലേസ് ബാഗ് ആകുമ്പോൾ അടിപൊളിയായിട്ട് സ്കൂൾ വയ്ക്കാൻ നല്ല സ്ഥലം ഉണ്ടാവും. ഇവിടെ നിന്നും പ്ലെയിൻസ് പോയാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കുഴപ്പം. ഗൈസ് ഒരു വില്ലേജ് കിട്ടി ടൈസ്. അവിടെ വില്ലേജ് കിട്ടി. കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു വില്ലേജിലെത്തിയാണ്. ഇവിടെ വിച്ചുണ്ടോ? വിച്ചുണ്ട്. നമുക്ക് വിച്ചുണ്ടോ? പ്ലേസ് മതിലൊക്കെ ടൈസ്. ലാഗുണ്ട്. എന്താ കുഴപ്പമില്ല. നേരത്തെ മാറുന്നില്ല അതിൻ്റെതാ ടൈസ്. ലാഗ് കാരണം അത്രയും നേരം ഇതാണ് ഡിലേ. വില്ലേജ് അടിപൊളി വില്ലേജ് ടൈസ്. ഇവിടെ നിന്ന് വരെ ഇങ്ങനെ ചെറിയൊരു വില്ലേജ് ടൈപ്പാണ്. പക്ഷെ അങ്ങോട്ട് ദൂരത്തോട്ട് കുറേ ഉണ്ട് ഗൈസ്. ലാഗ് കാണും കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ കാണും ലാഗ്. എൻ്റെ മൊബൈൽ ഒന്നാമത് 4G ആണ്. മാത്രമല്ല മൈൻക്രാഫ്റ്റ് ഒറിജിയാണ്. ഇത് ഒറിജി കേട്ടോ. മൈൻക്രാഫ്റ്റ് ഒറിജിയാണ്. പക്ഷെ എന്താ അറിയില്ല ലാഗ് കാണും. നേരെ മുമ്പോട്ട് കടന്നു നോക്കാം. അടിപൊളിയല്ലേ? നമുക്ക് ഇവിടെ ആയിട്ട് കൂടെയൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഡാർക്ക് ഒരു പ്ലെയിൻസ് ബയോമാണിക്ക് ആവശ്യം. ബട്ട് കിട്ടില്ല. അവിടെ ഉണ്ട് ടൈസ്. നമ്മൾ വില്ലേജ് കിട്ടും ഇല്ല. ഇവിടെ കൂടുന്നില്ല. കുറച്ച് എക്സ്പ്ലോർ ചെയ്തൊക്കെ കൂടെ വലിയ എന്തെങ്കിലും കിട്ടിയാലോ. അവിടെ ഐസ് തന്നെയുള്ളൂ. വലുതായിട്ടൊന്നും കാണില്ല. ഐസ് ഫുൾ ഐസ്. അതെന്തറാ വലിയൊരു മൗണ്ടനാണ് അവിടെ കാണുന്നത്. ഇതുവഴി കുറച്ചുകൂടി പോയ ഐസ് ഇനി കിട്ടിയാലോ. കുറച്ചുകൂടി പറ്റിയുണ്ട്. ടൈം വേണോ? ബോണുണ്ട്. ടൈം ചെയ്തേക്കും. ഒന്നിന് ടൈം വേണം. ടൈം ഞാൻ 31 എത്ര 31 എല്ലാത്തിനും 33 ഐസ്. എൻ്റെ ഫുള്ള് ബോർഡ് തിന്ന് തീർത്ത് പട്ടിയാണ്. ബോർഡ് മീറ്റിങ് അവിടെ കൊണ്ട് ഇതാക്കുന്ന കുഴപ്പമില്ല. ഇത് പട്ടീൻ്റെ ആർമേനാണ് ടൈസ്. നമ്മളിപ്പോൾ
വാങ്ങണ്ടി. ഇവിടെ ഒന്നും ഒന്നുമില്ല. ഞാനിവിടെ സ്പീഡിലാണ് ഡേയ്സ്. കൈസ് കൂടെ ഓടാറിട്ടിരിക്കട്ടെ ഡേയ്സ്. ഇവിടെ ഒന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങോട്ട് ഓടന്നെയാണ് നമ്മൾ. ഒരു പ്ലെയിൻസ് ഇത്രയായിട്ട് കണ്ടു കഴിഞ്ഞില്ല ഡൈസ്. വെറുതെ ഓടിയെടുക്കാനായി. ഈ വേൾഡ് ജനറേഷൻ ഇങ്ങനെയാണോ? ഇനി ഇതന്നെ ഉള്ളൂ, ഇതിൽ ഓർമ്മയില്ലേ? ഒന്നും കാണുന്നില്ല. ഒരു കുട്ടീൻ്റെ ഒരു പറ്റിയതാവുന്നു. ഇത് കൂടെ ഒന്ന് പോയിക്കട്ടെ. അവിടെ പ്ലെയിൻസ് മാതിരി കാണുന്നുണ്ട് താടെ. മേരി പ്ലെയിൻസ് ആണ് കണ്ടിരുന്നേ. അതെന്താ അത്? ഇതിൽ യൂറോ പ്ലെയിൻ ഉണ്ടോ? അല്ല, വേറെ കുറേ. നെക്സ്റ്റ് ബോസ്. അപ്പം വന്ന് 2 ബോസ് ഉണ്ട് ഡൈസ്. ആ ബോസിൻ്റെ സ്ട്രക്ചറാണ് കാണുന്നത്. അടുത്ത വില്ലേജ് ഡൈസ്. നമുക്ക് ആ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ പോയല്ലോ. പോവാ. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. നമുക്ക് എന്നിട്ട് ഇവിടെ വീടുണ്ടാക്കാം. റീസ്പോൺ സെറ്റാണ്. പട്ടീനെ ഒന്നിനെ കൊണ്ടുപോകാം. ഇത് വേണ്ട, ഇതിനെ കൊണ്ടുപോകണ്ട. ഇതിന് ഹെൽത്ത് കുറവാ. ഇതിനെ കൊണ്ടുപോകാം. മോനെ നമുക്കതിനെ കൊന്നിട്ട് വരാം. ആദ്യം നമുക്ക് രാവിലാക്കി ഗൈസ്. രാത്രി ഇപ്പോൾ തന്നെ മണ്ടണ്ട. Can only sleep at the night throwing thunderstorm. ഇത് കടന്നിറങ്ങാട്ടെ. നമുക്കൊരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി. ക്രാഫ്റ്റ് ടേബിൾ അല്ല, ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനിപ്പോൾ സ്പേസ് ആണല്ലോ. ഇതെടുത്ത് കളയണ്ട. ഇതെടുത്ത് കൂടെ നോട്ടെ. വേണ്ടാക്കി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനം ഫുള്ളാണ് ആവശ്യമില്ലാത്ത എല്ലാം നിറച്ചേക്കാം. ഡയമണ്ട് പിക്ക് എല്ലാം നിറയ്ക്കാം. ഈ സ്ക്രോള്, ഈ വാട്ടർ ബക്കറ്റ്, ഇത് മറിച്ചത് മറ്റേത് ഗോൾഡൻ ആപ്പൊക്കെ നമ്മൾ കയ്യിലുണ്ട് ഡൈസ്. കാരണം നമ്മൾ ഫൈറ്റിന് പോകുമ്പോൾ ഗോൾഡൻ ആപ്പ് അത്യാവശ്യമായിരിക്കും. ഫുഡും എടുത്തേക്കാം. ക്രോസ് വേണ്ട, ബൂണ് വേണ്ട, എല്ലും നോട്ടെ. എല്ലും വേണ്ട, ഗോൾഡ് ആണൊന്നും വേണ്ട. ഇവിടെ സെക്കൻഡ് എടുത്തുണ്ട് ഡൈസ്. ഹേബയിലും വേണ്ട, ഇതും വേണ്ട, ജസ്റ്റ് ഉള്ള ടൈസ്. ഇതും വേണ്ട, അതൊക്കെ ഉള്ളതാട്ടെ. ഈ പെണ്ണൂടെ ഓണാണ്. എന്നാലും
വന്നോട്ടെ. എങ്ങട്ടാ ആരെ വിട്ടെ പറയില്ലാന്ന്. ഇങ്ങനെയായിട്ട് പറ്റിയാണ്. നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവിടെ തന്നെ വീടൊക്കെ കേട്ടോ ഗൈസ്. അതിന് മുമ്പ് നമുക്കത് ഈ എപ്പിസോഡിൽ നമുക്ക് ഈ ബോസ് ഫൈറ്റ് ഒന്ന് നടക്കാൻ നോക്കാം. നമുക്ക് പിന്നെ അത് തിന്നണ്ട, എന്ത് പട്ടിയും കൊണ്ടാണ് നമുക്ക് മറ്റേ നമ്മളെ ഈ പട്ടി നോക്കാം. മറ്റേ പട്ടിയുടെ ബോസിന് പാറ നിൽക്കില്ല ടൈസ്. കയറാനുള്ള വരാം അവിടെ തന്നെ. അവിടെ നിൽക്കണേ അതാട്ടെ നമ്മളെ ബോസ്. ഓനെ അവൻ്റെ പവർ ഉപയോഗിച്ചിട്ട് കണ്ടൈസ് റൂമിൽ പോയാണ്ടൈസ്. പോയിസൺ ഉണ്ട് ഓടെ ഓടിക്കോ ഇത് തിന്നട്ട ടൈസ്. കാര്യം എന്തായാലും ചാവും, വേറെ കാര്യം എന്തായാലും ചാവും. ചാവിന് മുമ്പ് നമുക്ക് അവിടെ ഒരു സ്പോണറുണ്ട്. സ്പോണർ എങ്ങനെ കിട്ടും? ജസ്റ്റ് എന്തൊക്കെയോ ഉണ്ട് എടുത്തേ പോകും നമ്മൾ. ഓൻ അറിയാൻ കഴിയില്ല നമ്മളടുത്ത് എവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ ഇതായിട്ടൊന്നുമില്ല. ഇപ്പുറത്തേരോ വാങ്ങേണ്ടിയില്ല നെയിം ടാഗ്. ഈ സോംബികളാണ് ഒരുമാതിരി ശബ്ദം. എങ്ങോട്ടേക്ക് നമ്മൾ വീക്കണേ? ഓൻ എന്തൊരു ലൂപ്പ് മാറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി നമ്മൾ രക്ഷപ്പെടാതാക്കാൻ. മറ്റേ വെക്കാനല്ലേ ഉള്ള ലേഖന ടൈസ് ഒക്കെ കുഴിച്ച് ഇതിന് പുറത്തിറങ്ങട്ടെ ആദ്യം. അതിന് ബ്ലോക്ക് എടുത്തതിന് ശേഷം പുറത്തിറങ്ങാം. ഓനെങ്ങനെ ഈ കൊല്ലും. അടുത്ത എപ്പിസോഡ് നമ്മൾ വീടുണ്ടാക്കും. കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് ഇവനെ കൊട്ടാം. ഡയറക്റ്റ് ബാറ്റിൽ ഇറങ്ങിയാലോ? നമുക്ക് ആ ബാറ്റ് പൊട്ടിക്കണം. പക്ഷെ മൈൻ്റെ മുകളിൽ സേന ഉണ്ടാക്കി വെച്ചു. ഇതല്ലേ അവിടെ കുഴിയാണ് ലേഖനൊക്കെ ആളുള്ളത്. നമ്മൾ അടിച്ചിവിടെ ഇവിടേക്ക് എത്തിച്ചോണ്ട് ഇവിടെ കാലിൻ്റെ അടിയിലാണ്, വെറുതെ ഇല്ല. നമുക്ക് അങ്ങോട്ട് നിറങ്ങാൻ കഴിഞ്ഞെങ്കിൽ രണ്ടെണ്ണം രണ്ടും പൊടിച്ചു. ഓൻ്റെ എത്തണ്ട ടൈസ് അത് ഒന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
ഇവിടെ ഫുള്ള് ലാഗായതുകൊണ്ട് നമുക്കൊരു മാങ്ങാണ്ടി അറിയാൻ കഴിയട്ടെ. ഇവനെ കൊന്നാ നമ്മുടെ ഷീറ്റിൽ നമ്മൾ പിടിച്ചിരിക്കണ കേട്ട പണിയൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തല്ല കഴിയില്ല. നമ്മളെ തിന്നത് നമ്മളെ കൊന്ന ഐസ്. നമ്മളെ എൻജോയിട്ട് ഗോൾഡ് ട്രാപ്പ് അവിടെ തീർന്നു ഐസ്. പട്ടിക്കൊന്നും പറ്റിയിരുന്നില്ല. പട്ടിക്ക് എൻ്റെ ഹെൽത്തിനെ കുറഞ്ഞ പട്ടിക്ക് ഹെൽത്ത് നല്ല രീതിയിൽ കുറഞ്ഞത്. നമ്മളതിന് പാലൊരു കിട്ടണ അത്ര നോട്ടെ. അപ്പോൾ ഗൈസ് നീറോ ഗെയിമിൻ്റെ ഈ എപ്പിസോഡ് പാർട്ട് 2 എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡ് തന്നെ വരെ ബൈ ഫ്രം നീറോ ഗെയിമിങ്. അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കും. ഓനെ കൊല്ലാൻ ഒന്നൊരു നോക്കണം ഗൈസ്. ബൈ ഫ്രം നീറോ ഗെയിമിങ്.